അപ്പോൾ നമ്മൾ അടുത്ത കോളനി തുറന്ന് നോക്കുകയാണ്. ഇതിൽ വെയിറ്റ് കുറവാണ്. അമ്പോ, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ തേന് ഈ ഭാഗത്തുണ്ട്. പക്ഷേ എന്താണ്, തേൻ എടുക്കാൻ മാത്രമുള്ള ഉഷാറായ രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കിപ്പോൾ എടുക്കാൻ മാത്രം കുറച്ചുണ്ട്. ഇത് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരെ തലതിരിച്ച് വെച്ചെടുക്കുകയാണ്. ഈ ഭാഗത്ത് ഇപ്പോൾ തേനൊന്നും വെച്ച് തുടങ്ങിയിട്ടില്ല. നേരെ തലതിരിച്ച് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കൂടുതലായിട്ട് തേൻ വെക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, മറ്റേ കോളനി കൂടി തുറന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഒന്നും അവസ്ഥ എന്താണെന്ന് അറിയില്ല. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ വിട്ടുപോകുന്ന സൈറ്റാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറും കൊണ്ട് പണ്ട് ചെയ്ത് വെച്ചാൽ വേണ്ടിയില്ലേ, അത് നമുക്ക് ഊരി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കോളനികൾ ഞാൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കോളനി ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തേക്ക് എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് ഊരി കൊടുക്കുക. എന്നാലും അവർക്ക് തേൻ വെക്കാനുള്ളൊരു സ്പേസ് ഇതിലുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, വെച്ചു. അത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്നും തേനെടുക്കാൻ മാത്രമുള്ള തേനില്ല. ഇനി ഇതിൽ ഒരു കഷ്ണം തേന് വേണം നമുക്ക് ഇപ്പുറ സൈഡ് വെച്ച് കൊടുക്കാം. അവർ പെട്ടെന്ന് തന്നെ ഉള്ളോട്ട് പണിതോളും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കഷ്ണം തേന് പൊട്ടാതെ വളരെ